ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുജാസ് ഹോം കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കുറച്ച് അരിക്കൊണ്ടാട്ടം ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ. അരി കൊണ്ട് ഉണ്ടാക്കിയതാണ്, അരി അരച്ചിട്ട്. അപ്പോൾ വേനൽക്കാലത്ത് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് മഴക്കാലത്ത് ചായയുടെ കൂടിയും കഴിക്കാം, ചോറിൻ്റെ കൂടിയും കഴിക്കാം. ഒരു നേരം നമ്മൾ ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഇത് വറുത്ത് കഴിച്ചാൽ നല്ലതാണ്. നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാണ്. പുറത്തുനിന്ന് സ്നാക്സൊക്കെ വാങ്ങി കൊടുക്കുന്നതിനെക്കാട്ടും നല്ലതല്ലേ. അപ്പോൾ അത് വറുത്തതും ഇങ്ങനെ ഉണ്ടാവും, നല്ല ക്രിസ്പായിട്ടുണ്ടാവും, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുക. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇന്ന് ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ടിരിക്കണം കേട്ടോ. ഇത് രാത്രി മുഴുവൻ വെള്ളത്തിലിടും, രാവിലെ അരയ്ക്കുള്ളൂ. അതേപോലെ 2 കഷ്ണം കായം, കട്ടക്കായാണ്. അപ്പോൾ അത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ നാളേക്ക് നല്ല കുതിരും. അപ്പോൾ അതിങ്ങനെ ഇട്ട് വെച്ചേക്കുന്നു. ഇനി രാവിലെയാണ് ഇത് അരയ്ക്കുള്ളൂ. അപ്പോൾ നമ്മൾ അത് മിക്സിയിൽ നന്നായി അരച്ച് കൊടുക്കുന്നു കേട്ടോ. ഇതിലൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടാണ് ഞാനത് അരച്ചത്. അപ്പോൾ ആകെ ഇതിലേക്ക് 9 ഗ്ലാസ്, 3 ഗ്ലാസ് അരിയല്ലേ, അപ്പോൾ അതിന് 9 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. 1 ഗ്ലാസ് വെള്ളം നമ്മളത് അരയ്ക്കാൻ വേണ്ടി എടുത്തു, ബാക്കി 8 ഗ്ലാസ് വെള്ളം. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇടാം. നമുക്ക് ഉപ്പ് ചേർത്തിട്ട് ഇളക്കുക. അതേപോലെ തന്നെ 1 സ്പൂണ് ജീരകം, അതേപോലെ തന്നെ 1 സ്പൂണ് കറുത്ത എള്ളാണ്, അതും ചേർക്കാം. ഇനി ഉപ്പ് നമ്മൾ ഇളക്കിയിട്ട് ഉപ്പ് തൊട്ട് നോക്കണം. നാവിൽ ഉപ്പ് നല്ല പാകമല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഉപ്പ് അതിൽ ചേർത്താം. ഇനി അവസാനം നമ്മൾ ഒരു 1.5 സ്പൂണ് മുളക് പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട്. നമ്മൾ അരയ്ക്കുമ്പോൾ അതിൽ കായം കലക്കിയത് ഒഴിച്ചിരുന്നു, അതുകൊണ്ട് കായപ്പൊടിയാണെങ്കിൽ ഇപ്പോൾ ഇടാം. അപ്പോൾ മുളക് പൊടി ഇട്ടിട്ട് നന്നായി നമുക്കിത് മിക്സ് ചെയ്യാം. നമ്മൾ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കൈ വിടാതെ ഇളക്കണം. വിറകടുപ്പിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഗ്യാസിനൊക്കെ ഭയങ്കര ഡിമാൻഡല്ലേ. കൈ വിടാതെ ഇളക്കണേ, അല്ലെങ്കിൽ അടിക്ക് കട്ട കുത്തി, പെട്ടെന്ന് കട്ട കുത്തി. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആവണ വരെ ഇളക്കണം. അപ്പോൾ ഇത് ഇറക്കണതിന് മുമ്പ് 1 സ്പൂൺ എണ്ണ ഒഴിക്കണം കേട്ടോ. അത് എടുക്കാൻ മറന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം. നല്ല തണുത്ത ശേഷം വെളിച്ചെണ്ണ വാങ്ങണ കവറില്ലേ, ഏതെങ്കിലും ഒരു കവർ എടുത്താൽ മതി. 1 കിലോൻ്റെ അതിലേക്ക് ഇത് ഇടുക. നൂൽപുട്ടിൻ്റെ അച്ചിലൊക്കെ നമുക്ക് ആക്കാം, അത് പാടാണ്. അങ്ങനെ ആക്കി അച്ചൊക്കെ ഇതാണെങ്കിൽ വേഗം പണി കഴിയും. ഇനി ഇതിൻ്റെ താഴെ നമ്മൾ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറുത്. ഇതിൽ കൂടെ നമുക്കങ്ങനെ പീച്ചിട്ട് ഇത് ഉണക്കാം. അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് ഇതിൽ നമുക്ക് പിഴിയാം. ഞാനത് ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചോണ്ടാണ് കേട്ടോ 1 കൈ കൊണ്ട് പിഴിയണ്. 2 കൈ കൊണ്ട് പിഴിയാച്ചാൽ വേഗമാവും. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അടുത്തടുത്തായിട്ട് പിഴിഞ്ഞിടും. ഇങ്ങനെ ആകുമ്പോൾ വേഗം പണി കഴിയും. മറ്റേത് നൂൽപുട്ടിൻ്റെ അച്ചിലൊക്കെ ആകുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കും നമുക്ക്.
ഇങ്ങനെ നമുക്ക് മൊത്തം ഇത് പീച്ചിടാം. അപ്പോൾ നമ്മൾ മൊത്തം ഇത് പിഴിഞ്ഞിട്ടു കേട്ടോ. ഇത് ഒരു 2 ദിവസം നല്ല വെയിലത്ത് ഉണങ്ങണം. പിന്നെ വെയിൽ അധികം ഇല്ലെങ്കിൽ 3 ദിവസം നന്നായിട്ട് ഉണങ്ങണം. കലാന്ന് നല്ല ഉണങ്ങി എടുത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്ന വരെ ബായ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.